തോല്, 3 തോലും പിന്നെ ലിനൻ ഇതും. അതിനെപ്പറ്റി നമ്മൾ അത് സമാഗമന കൂടാരത്തിൻ്റെ പല പാർട്സുമായിട്ട് വെച്ചു. അത് ഒത്തിരിയും പല ആൾക്കാർ പല രീതിയിൽ കാണും. 4 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്. അതെല്ലാം ഇതിനെ പറ്റിയൊക്കെ ഉള്ള ഈ വ്യാഖ്യാനങ്ങളൊക്കെ സമാഗമന കൂടാരത്തിൽ. പക്ഷെ നമുക്ക് ബൈബിൾ പ്രകാരം പൗലോസപ്പോസ്തലൻ പറഞ്ഞിട്ട് 3 ഇതുണ്ട്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത്, പ്ലൂറലോ, മനസ്സിലായോ? അപ്പം 3 ഇതുണ്ടെന്ന്, 3 സ്വർഗത്ത് ഉണ്ടെന്ന് നമ്മൾ കാണിച്ചു. ഒന്ന് ഈ ലിനൻ്റെയും മറ്റേ ഗോഡ് സ്കിന്നിൻ്റെയും ഇടയ്ക്കാണ് പ്ലാനറ്ററി എല്ലാം ഇരിക്കുന്നതെന്നൊക്കെയുള്ള എല്ലാം നമ്മൾ ആദ്യം കൽപ്പിച്ചു. 3 ഹെവൻസ് ഉണ്ടായി. പിന്നെ പ്ലാനറ്റുകളെല്ലാം അതിൻ്റെ അകത്ത് വന്നു. എന്നിട്ട് എർത്തിനെ സ്പെഷ്യലായിട്ട് എടുത്ത് ഫാഷൻ ചെയ്ത് ഓസോൺ ലെയർ പോലെ വെച്ചിട്ട്, മനസ്സിലായി, സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തു. അത് സ്കൈ ആയിട്ട് ഡിവൈഡ് ചെയ്തു. മേളിലുള്ള ഭാഗത്തിന് സ്കൈ ആയിട്ടുള്ളത് വെച്ചു. താഴെയുള്ള ഭാഗത്തിന് നമ്മളിതൊരിട്ടായിരുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് താഴെയുള്ള വെള്ളത്തെ പറ്റി, അതിനെന്തോ പേരിടാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത്. ഓക്കെ, നമുക്കത് ഇപ്പം ഇത്രയും മനസ്സിലായല്ലോ. അത് നമ്മൾ ഓരോ കാര്യത്തെപ്പറ്റിയും നമുക്ക് വെളിച്ചത്തെ നമ്മൾ ഷെക്കേനായിട്ടും റക്കിയായ നമ്മൾ ഫർണമെൻറ്റിനെ സമാഗമന കൂടാരത്തെ പറ്റിയും പിന്നെ ക്രിസ്തു, ഇതിനെ എല്ലാത്തിനെയും ക്രിസ്തുവായിട്ട് ഇന്നത്തെ ഇതും നമ്മൾ ക്രിസ്തുവായിട്ട് നമ്മൾ സിംബോളിക്കലായിട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പം ഇതെല്ലാം വെച്ചു നമുക്ക് ഇനി ഇന്നത്തെ ദിവസത്തെ ഒന്ന് വായിക്കാം. മലയാളം, ഇംഗ്ലീഷും ഹീബ്രു ഒന്ന് വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ. അപ്പം ഇന്നത്തെ ഇത് 9ഉം 10ഉം വേഴ്സ് ഫുള്ള് ഞാൻ എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി സമയം പോകും. അതുകൊണ്ട് ഒന്നാമത്തെ ഗുഡ് നമുക്ക് എടുക്കാം. അടുത്ത ആഴ്ച നമുക്ക് 2ാമത്തെ ഗുഡ് എടുക്കാം. ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ 9ഉം 10ഉം വാക്യം നോക്കാം. വയോമിർ എലോഹീം ഇക്കാവു ഹമായിം മിറ്റാഹേറ്റ് ഹഷമായിം എൽ മഖോം ഏഖാദ് വെറ്റാറായെ ഹയബഷ വഹി ഖേൻ വൈക്ര എലോഹീം ലാ യബഷ എറെറ്റ്സ് മിഖ്വേ ഹമായിം ഖറ യമീം വയാർ എലോഹീം ഖീറ്റോ. ഓക്കെ,